വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയെ തിരക്കി ശ്യാമ ഇങ്ങനെ നടന്നു വരുമ്പോൾ ശാലിനിയെ കാണുന്നുണ്ട്. അതേസമയം സുസ്മിതയും പുറകെ വരികയാണ്. അന്നേരം കുഞ്ഞേച്ചി ഞാൻ എവിടെയൊക്കെ നോക്കി എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഒരാളെ തപ്പി ഇറങ്ങിയതാണ്, പക്ഷെ കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം നമ്മളെ പരിചയമുള്ള ആളാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പരിചയമുണ്ട്, പക്ഷേ നമുക്കത്ര പരിചയമില്ലാത്ത ആളാണ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ആ ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് കുഞ്ഞേച്ചി വരണം, അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവിടേക്ക് വന്നാൽ സത്യാമ്മ തന്നെ ചിലപ്പോൾ ഇറങ്ങിപ്പോവും, പിന്നെ ഹോമം ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇറങ്ങിപ്പോയില്ല. പപ്പിമോളുടെ കാര്യമായതുകൊണ്ട് സത്യാമ്മ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞേച്ചി അവിടെ വരണം, ദേ ഈ ചരട് കണ്ടില്ലേ, ഇത് പെറ്റമ്മ കെട്ടേണ്ട ചരടാണ്, അതിനുശേഷം വേണം പൂജയൊക്കെ ചെയ്യാനുള്ളത്, ഇതിനുള്ള അവകാശം കുഞ്ഞേച്ചിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് നീട്ട് എന്ന് പറഞ്ഞ് കെട്ടാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ശാലിനി ആദ്യം കൈ കാണിക്കുന്നില്ല, നീ തന്നെ കെട്ടിയാൽ മതി, എൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ പോരെയും ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും പറ്റില്ല, കുഞ്ഞേച്ചി തന്നെ കെട്ടണം, ഇത് പപ്പിമോളുടെ ജീവൻ്റെ കാര്യമല്ലേ എന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് ശ്യാമ ശാലിനിയുടെ കയ്യിലേക്ക് ആ ചരട് കെട്ടിക്കൊടുക്കുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഓ, ശാരദാമ്മയുടെ മോൾക്ക് ബുദ്ധിയുണ്ട്, അവൾ ഇതിനാണല്ലേ ഇറങ്ങി തിരിച്ചത് വെള്ളം കുടിക്കാനെന്നും പറഞ്ഞിട്ട്. എന്തായാലും ചരടും കെട്ടി അവൾ അവിടെ അങ്ങോട്ട് നിൽക്കത്തേ ഉള്ളൂ, പൂജ മുഴുമിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഇനി പൂജ മുഴുമിപ്പിച്ചാലും അമ്മ ചെയ്യേണ്ട കടമകളൊന്നും ശാലിനിയെ കൊണ്ട് ഞാൻ ചെയ്യിക്കത്തില്ല, എന്താണ് നോക്കാമെന്ന് പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യഭാമയാണെങ്കിൽ ശ്യാമ അന്വേഷിച്ച് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇവളിത് എവിടെ പോയി, വെള്ളം കുടിക്കാനെന്നും വന്നിട്ട് പിന്നെ സ്വന്തം കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന പൂജയാണ് അവിടെ നടക്കുന്നത്, അപ്പോൾ പിന്നെ ഇവള് അവിടെ പ്രാർത്ഥിച്ച് നിൽക്കേണ്ട സമയത്ത് എവിടെ പോയി എന്നും പറഞ്ഞ് അവിടെയൊക്കെ നോക്കി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അതേസമയം ശ്യാമയോട് ശാലിനി പറയുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ല്, അവിടെ പൂജയൊക്കെ തുടങ്ങാറായി, അല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച ആളൊക്കെ വരും, ഇനി എന്നോട് സംസാരിച്ച് നിൽക്കുന്ന കണ്ടാൽ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞ് ചെല്ല് എന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ശ്യാമ അങ്ങോട്ട് തിരിയുമ്പോൾ സത്യഭാമ ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ശാലിനിയെ കാണുമ്പോൾ ആകെ അങ്ങോട്ട് ദേഷ്യമാണ്. ശ്യാമയോടാണ് ചൂടാവുന്നത്. ശാലിനിയെ കാണുമ്പോൾ അവിടെ നടക്കുന്ന സ്വന്തം കൊച്ചിൻ്റെ ആയുസ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്, അപ്പോഴാണോ നീ ഇവിടേക്ക് വന്ന് ഇവളുമായിട്ട് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ സത്യഭാമ വരുന്നത് കാണുമ്പോൾ ശ്യാമയാണെങ്കിൽ ചരട് കെട്ടേണ്ട കൈയാണെങ്കിൽ സാരി തുമ്പുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചുറ്റുന്നുണ്ട്. അതേസമയം ശാലിനിയും ആ ചരട് കെട്ടിയ കൈ അതേപോലെ സാരി തുമ്പുകൊണ്ട് അങ്ങോട്ട് ചുറ്റുകയാണ്. ഭാമ അത് ശ്രദ്ധിക്കുന്നില്ല. അതിനുശേഷമാണെങ്കിൽ പിന്നെ പറയുകയാണ്, നീയോ നശിച്ചു, എന്തിനാണ് ഇവളുടെ ജീവിതം കൂടി നശിക്കുന്നത്, രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കെട്ടി ഒരുങ്ങി ഇറങ്ങിക്കോളും എന്നും പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഒരുപാട് വഴക്ക് പറയുകയാണ്. പക്ഷേ ശാലിനിയാണെങ്കിൽ അത് പിന്നെ തല ഒനിച്ച് നിന്ന് കണ്ണടച്ചിതൊക്കെ അങ്ങ് കേട്ട് സഹിച്ച് നിൽക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് വാടി, അവിടെ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ്, പൂജ നടത്തണമെന്ന് പറഞ്ഞ് ശ്യാമയെ ബലമായിട്ട് സത്യഭാമ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ തിരിഞ്ഞ് ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ആകെപ്പാടെ അങ്ങ് വിഷമം വരുന്നുണ്ട്. പക്ഷേ പപ്പിമോളുടെ ജീവന് വേണ്ടി ആയതുകൊണ്ട് ശാലിനിയാണെങ്കിൽ ഇവരുടെ പുറകെ പോകുന്നുണ്ട്. പക്ഷെ ഭാമ അത് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ ട്രാക്കർ സെറ്റ് ചെയ്ത വണ്ടിയിൽ ആ സ്റ്റാഫുകൾ ഇരിക്കുകയാണല്ലോ, അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു കോൾ വിളിക്കും, ട്രാക്കർ ഓൺ ആയിരിക്കണം എന്നുള്ളത്. തുടർന്ന് ഇതേസമയം സുസ്മിത അപ്പുറത്ത് നിന്ന് ശാലിനി എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം കളക്ടർ ബുദ്ധിയാണല്ലേ, അപ്പോൾ ബുദ്ധിപരമായിട്ട് നീ നീങ്ങുകയാണല്ലേ എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷേ വൈബ്രേഷനിലാണ് ഫോൺ. തുടർന്ന് ബാഗിൽ നിന്ന് സുസ്മിത ഫോണൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം പിന്നെ നീ എന്തൊക്കെ ശ്രമിച്ചാലും ഞാനിത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല, കുറുക്കന് കുരുട്ട് പറഞ്ഞു കൊടുക്കരുതെന്നാണ് പഴമക്കാർ പറയുന്നത്. പക്ഷേ ആ കുറുക്കന് നൈറ്റ് ക്ലാസ് എടുത്തവളാണ് ഈ സുസ്മിത, നീ ആളെ വിട്ട് കളിക്ക്, ഇത് ആൾ വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് സുസ്മിത ആ ഫോൺ അങ്ങ് ബാഗിലേക്ക് ഇടുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ സ്റ്റാഫുകളെ വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം പറയും മേഡം എന്ന് പറയുമ്പോൾ പിന്നെ അവർ ട്രാക്കർ സെറ്റ് ചെയ്ത കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ഇവർ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ച് നോക്കാം. അന്നേരം പയറ്റി തെളിഞ്ഞൊരു ക്രിമിനലാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇനി കോൾ എടുക്കാനായിട്ട് സാധ്യതയില്ല മേഡം എന്ന് പറയുകയാണ്. അന്നേരം ടവർ ലൊക്കേഷൻ ഇവിടെ തന്നെയല്ലേ കാണിക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ അതെ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ നോക്കിയിട്ട് പറയും ഇവിടെ തന്നെയാണ്, അവിടെ അടുത്തെവിടെയോ ആണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോൾ ഇവിടെ എവിടെയോ നിപ്പുണ്ട് ആൾ, ആരായിരിക്കും അതെന്നിങ്ങനെ ശാലിനി ചിന്തിക്കുകയാണ്. ഇതേസമയം അവിടെ മറ്റൊരു വശത്ത് സത്യയാണെങ്കിൽ ഇങ്ങനെ ശിവലിംഗത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും നടക്കുമെന്നാണല്ലോ ബിഗ് ഫ്രണ്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടാൽ മാത്രം മതി, എല്ലാവരും അച്ഛന്മാരുടെ കൂടെ ബൈക്കിൽ പോകുമ്പോഴും കൈപിടിച്ച് നടന്നു പോകുമ്പോഴും ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടമാണെന്നറിയാമോ, അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, ഇപ്പോൾ ഭഗവാനോട് മാത്രമാണ് പറഞ്ഞത്, എൻ്റെ അച്ഛനെ ഒരിക്കലെങ്കിലും എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് തരണം, എന്നിട്ട് ഈ അമ്പലമുറ്റത്തൂടെ നടന്ന് അച്ഛൻ്റെ കൈ പിടിച്ച്
ഇവിടെയൊക്കെ നടക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സത്യ ആണെങ്കിൽ പപ്പിയാണെങ്കിൽ അപ്പുറത്തെ വശത്തൂടി വന്ന് ഇങ്ങനെ ഒരു ബോർഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം ഈ ഭഗവാനെ ഈ സത്യയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവള് പിന്നെ അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം കൂടി വരികയാണ്, ഇവളെ എങ്ങനെയാണെന്ന് സന്തോഷിപ്പിക്കുക, ചേച്ചിയമ്മയ്ക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് അച്ഛൻ വിഷ്ണു അച്ഛനാണെന്ന് പറയാനും കഴിയുന്നില്ലല്ലോ എന്നും പറഞ്ഞ് പപ്പി അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും സത്യ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛനെ ഒരു പ്രാവശ്യം കാണിച്ചു തന്നാൽ മതി, ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, എന്തായാലും ആ ഒരു വഴിപാട് ഞാൻ ഇവിടെ നടത്താനായിട്ട് പോവുകയാണ്, പിന്നെ വഴിപാട് വിളക്ക് തെളിയിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ തീപ്പെട്ടി എടുത്ത് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം കത്തിക്കാൻ പോകുമ്പോഴും അതങ്ങ് കാറ്റുകൊണ്ട് അണഞ്ഞു പോകുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യവും അതേപോലെ ആവുകയാണ്. അന്നേരം അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഒരിക്കലും കാണാനായിട്ട് കഴിയില്ലല്ലേ, എൻ്റെ അച്ഛൻ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരില്ലല്ലേ എന്നും പറഞ്ഞിട്ട് ഈ സത്യ വീണ്ടും അങ്ങ് സങ്കടപ്പെടുകയാണ്. അന്നേരം പപ്പി ആലോചിക്കുന്നുണ്ട്, എങ്ങനെ സത്യ വീണ്ടും സങ്കടത്തിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എങ്ങനെയാ സത്യ ഒന്ന് സഹായിക്കുക എന്നും പറഞ്ഞിട്ട് പപ്പി ആലോചിക്കുന്നുണ്ട്. തുടർന്ന് സത്യമാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി എൻ്റെ പ്രാർത്ഥന ശരിയാകാഞ്ഞിട്ടാണോ എങ്കിൽ ഭഗവാന്റെ കാൽക്കൽ ഞാൻ വീഴാമെന്നും പറഞ്ഞ് അവിടെ തറയിൽ ഇങ്ങനെ കമഴ്ന്ന് നമസ്കരിച്ച് സത്യ അങ്ങോട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ പപ്പി അന്വേഷിച്ച് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഈ കൊച്ചിതെവിടെ പോയി, കൊച്ചിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അച്ഛനും അമ്മയും കേൾക്കില്ല, അവർക്ക് എങ്ങനെയാണ് അവരുടെ കാര്യം നോക്കാൻ പോലും സമയമില്ല, പിന്നെയല്ലേ കൊച്ചിനെ നോക്കുന്നതെന്നും പറഞ്ഞിട്ട് സത്യഭാമ അവിടെയൊക്കെ പപ്പിയെ തിരയുകയാണ്. ഈ സമയത്ത് സുസ്മിതയാണെങ്കിൽ മറുവശത്തൂടെ വരുന്നുണ്ട്. ഇത് തന്നെ പറ്റിയ സമയം, പിന്നെ സത്യഭാമ ഒറ്റയൊക്കെ ഉള്ളൂ, ഇപ്പം തന്നെ കാര്യങ്ങൾ പോയി തുറന്നു പറയാമെന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും ഇങ്ങനെ സത്യഭാമയുടെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനിയാണെങ്കിൽ സത്യഭാമയുടെ പുറകെ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അത് കാണുന്നുണ്ട്, സുസ്മിത കാണുന്നുണ്ട്. അന്നേരവും സുസ്മിത അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവൾക്ക് വന്ന് കയറാൻ കണ്ട സമയം എന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ശാലിനിയാണെങ്കിൽ സത്യഭാമയെ നോക്കാതെ അങ്ങ് മുന്നോട്ടങ്ങ് നടന്നു പോകാൻ തുടങ്ങുമ്പോൾ എടി എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ശാലിനി തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നിൻ്റെ മോളില്ലേ സത്യ, അവൾ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം അവൾ അപ്പുറത്തെങ്ങാനും കാണും എന്നിങ്ങനെ പറയുമ്പോൾ നിൻ്റെ മോളാണ് എൻ്റെ കൊച്ചിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത്, അവളുടെ പേരിലുള്ള പൂജയാണ് നടക്കുന്നത്, എവിടെയെങ്കിലും പോയി ഇരുന്നോളൂ എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, പിന്നെ അവർ കുട്ടികളല്ലേ, അവരപ്പുറത്തെങ്ങാനും പോയി ഇരിക്കുകയായിരിക്കും, അവർക്ക് ഇതിൻ്റെ പ്രാധാന്യമൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും സത്യഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിൻ്റെ കൊച്ചിൻ്റെ കൂടെ കൂടിയാണ് എൻ്റെ കൊച്ചില്ലാമാകുന്നത്, അവൾ വിളിച്ചുകൊണ്ട് പോയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് കുറച്ചും കൂടി ദേഷ്യം വരുന്നുണ്ട്. ശാലിനി പറയുകയാണ്, സത്യാമ്മേ പപ്പി എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടി മോള് തന്നെയാണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് പൂജ നടത്തുന്നതെന്ന് ഞങ്ങൾക്കറിയാം, അത് മുടക്കാനായിട്ട് ഞാൻ എന്തായാലും നോക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി, പപ്പി എൻ്റെ അനുജത്തിയുടെ മകളാണ് എന്നതുകൂടി ഓർക്കണം എന്നിങ്ങനെ ശാലിനി ഒന്ന് കടുപ്പിച്ച് പറയുമ്പോൾ സത്യഭാമ ഓ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എങ്കിൽ പിന്നെ നീ പോയി വിളിച്ചോണ്ട് വാ, അവിടെ ഹോമം നടക്കാറായി, അവിടെ പൂജ നടക്കുമ്പോൾ കൊച്ചു അവിടെ ഉണ്ടായിരിക്കണം, ഇനി എന്നെ ഇട്ടങ്ങോട്ട് നടത്തിച്ചേക്കരുത്, അവരുടെ അവകാശം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സത്യഭാമ അങ്ങ് നടന്നു പോകുന്നുണ്ട്. ഇതേ സമയം സത്യ അവിടെ നമസ്കരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛനെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, എൻ്റെ വഴിപാട് നടത്താനായിട്ട് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ്. അന്നേരം പപ്പി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സത്യമാണെങ്കിൽ വിളക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആകെ സങ്കടമാകും, കത്തിച്ചില്ലെങ്കിൽ വഴിപാട് നടത്താൻ പറ്റില്ല, അച്ഛനെ കാണാൻ പറ്റില്ല എന്നുള്ളതൊക്കെ സങ്കടമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെ ഇപ്പോൾ അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അന്വേഷിച്ച് വരും, ഇനിയിപ്പോൾ സത്യ എങ്ങനെയാണ് ഒന്ന് സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ സത്യമാണെങ്കിൽ ഇങ്ങനെ തൊഴുന്ന് അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. എണീച്ച് പറയുകയാണ്, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, എന്നെ ഒരിക്കൽ കൂടി അച്ഛനെ കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ട് ഒന്നുകൂടി ഇങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് പോകുമ്പോഴും അത് കാറ്റുകൊണ്ടങ്ങ് അണഞ്ഞു പോവുകയാണ്. അന്നേരം കുട്ടി ആകെ അങ്ങ് നിരാശയായിട്ട് പറയുന്നുണ്ട്, ക്ഷമിക്കണം ഭഗവാനെ, എനിക്കിതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി, എൻ്റെ അച്ഛനെ ഒരിക്കലും എന്നെ കാണാനായിട്ട് വരില്ല, ഇത്രയും നാളും വന്നില്ലല്ലോ, അപ്പോൾ ഇനിയും വരില്ല, അത് ഞാൻ ഓർക്കണമായിരുന്നു, എന്നോട് ക്ഷമിക്കണം ഭഗവാനെ, ബുദ്ധിമുട്ടിച്ചതിലും ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ ഭഗവാനോട് ആവശ്യപ്പെടില്ല അച്ഛൻ്റെ കൂടെ നടക്കണം, അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോകണം, കറങ്ങണം, ചുറ്റണം, അച്ഛൻ എന്നെ വാരിയെടുക്കണം, ഇതൊന്നും ഞാൻ ഇങ്ങനെയുള്ള മോഹങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്, എന്നെ എന്തായാലും എൻ്റെ അച്ഛൻ ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ വരാത്തത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ഒന്നുകൂടി അങ്ങോട്ട് തറയിൽ നമസ്കരിക്കുകയാണ്, മാപ്പ് ചോദിച്ചുകൊണ്ട്. അന്നേരവും പപ്പി ആലോചിക്കുകയാണ്, എങ്ങനെ ഈ വിളക്കൊന്ന് തെളിയിക്കാൻ സാധിക്കുക എന്നിങ്ങനെ പപ്പി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. തുടർന്ന് പപ്പിയാണെങ്കിൽ ആ സത്യ ഇങ്ങനെ നമസ്കരിക്കുന്ന ആ സമയത്തിന് പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെ ആ തട്ടത്തിൽ ഭസ്മവും സിന്ദൂരവും ഒക്കെ ഇരിപ്പുണ്ട്, അതിനിടയിൽ നിന്നൊരു കർപ്പൂരം എടുത്ത് ആ തിരിയുടെ ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് അങ്ങ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഓടിപ്പോയി അങ്ങ് മറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് സത്യ എഴുന്നേറ്റിട്ട് ഭഗവാനെ ക്ഷമ ചോദിക്കുകയാണ്, ഇനി ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, പിന്നെ വിഷമിച്ചാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തീപ്പെട്ടി അവിടെ വെച്ചിട്ട് അങ്ങോട്ട് തിരിയുകയാണ്. അന്നേരം പപ്പി ഒരു നിമിഷം നോക്കുന്നുണ്ട്, പക്ഷേ തിരിഞ്ഞിട്ട് സത്യ വീണ്ടും തിരിഞ്ഞ് നിൽക്കുകയാണ്, എനിക്കങ്ങനെ പോകാനായിട്ട് സാധിക്കുന്നില്ല, ഞാൻ ഒരു വട്ടം കൂടി ഒന്ന്
കത്തിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ തീപ്പെട്ടി കത്തിച്ച തിരിയിലേക്ക് വെക്കുമ്പോൾ കർപ്പൂരം ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് കത്തുകയാണ്. അന്നേരം പപ്പി വിചാരിക്കുന്നുണ്ട് കർപ്പൂരം വെച്ചത് പെട്ടെന്ന് കത്താൻ തന്നെയാണ് എന്നുള്ളത്. പക്ഷെ കർപ്പൂരം ഇരിക്കുന്നത് സത്യം കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വിളക്കങ്ങോട്ട് കത്തുമ്പോഴത്തേക്ക് സത്യയ്ക്കും സന്തോഷമാകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലും സന്തോഷം പപ്പിക്കാണ്. അപ്പോൾ ഈ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരുമല്ലോ, എനിക്ക് സന്തോഷം, എനിക്ക് അത് മാത്രം മതി, എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞ് ഓം നമഃ ശിവായ എന്നും പറഞ്ഞ് അവിടെ തൊഴുത് പപ്പി നിൽക്കുമ്പോൾ പപ്പിയാണെങ്കിൽ അങ്ങ് ഓടിപ്പോകുന്നുണ്ട്. ഇതേ സമയം ഭാമ അവിടെ പപ്പി പ്രദക്ഷിണ വഴിയിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ഓടി വരുമ്പോൾ എവിടെ പോയതാ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അപ്പുറത്ത് തൊഴു നിൽക്കായിരുന്നു എന്ന് പറയുമ്പോൾ നീ ആ സത്യയുടെ കൂടെ കറങ്ങി നടക്കുകയല്ലായിരുന്നു എന്നും പറഞ്ഞ് പപ്പിയുടെ ചെവിക്ക് പിടിച്ച് കിഴക്കുന്നുണ്ട്. അന്നേരം അല്ല സത്യാമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പുറത്ത് തൊഴു നിൽക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇനി കള്ളം പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ പൂട്ടിയിടും, എന്നോട് പറയാതെ എങ്ങോട്ടും പോകരുത്, വാ എവിടെയെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സത്യഭാമ ബലമായിട്ട് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തുടർന്ന് അവിടെ ഹോമം നടക്കുന്ന സ്ഥാനത്ത് എല്ലാവരും എത്തുന്നുണ്ട്. വിഷ്ണുവും സത്യഭാമയും പിന്നെ പപ്പിയും ശ്യാമയും രോഹിത്തും ഒക്കെ നിൽക്കുകയാണ്. തിരുമേനി പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സുസ്മിതയും വരുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ അവിടേക്ക് വന്ന് വിഷ്ണുവിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ആദ്യം സത്യഭാമ കാണുന്നില്ല, തുടർന്ന് വിഷ്ണു കാണുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് ചേച്ചിയമ്മ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ സത്യഭാമ കാണുകയാണ്. അന്നേരം ഇവളെന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് സത്യാമ്മ ഒരു മംഗളകർമ്മം നടക്കുകയല്ലേ, വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഒരുവിധം ശാന്തയായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരവും ഈ ശാലിനി ആണെങ്കിൽ ആ ചരട് കെട്ടിയ കൈ ഇങ്ങനെ സരത്തുമ്പോൾ മറച്ചിരിക്കുന്നു. ശ്യാമയും ആ കൈ അതേപോലെ മറച്ചിരിക്കുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. പിന്നെ അവളാണെങ്കിൽ ശാലിനി ആണെങ്കിൽ അവിടെ വന്ന് പെറ്റമ്മയാണെങ്കിൽ തൂണും ചാരി ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പൂ പോലും ഇടാനായിട്ട് ഈ ശാലിനി സമ്മതിക്കില്ല. എന്തായാലും എല്ലാവരെയും അങ്ങോട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ, തന്ത്രശാലിയായ സത്യഭാമയെ വരെ ഇവർ പറ്റിച്ചില്ലേ. ഇപ്പോൾ ആ ഒരു മനോവിഷമത്തിൽ ആ ശ്യാമ നിന്ന് ഉരുകുന്നത് കണ്ടില്ലേ, പഠിച്ച കള്ളിയാണ് അവൾ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും സ്വഭാവം ഞാൻ പുറത്തു കൊണ്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശാലിനിയെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല എന്നുള്ള രീതിയിൽ സുസ്മിത അവിടെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ചിന്തിക്കുകയാണ്, ഈശ്വര കുഞ്ഞേച്ചി ഈ ഹോമത്തിൽ പങ്കെടുക്കാനായിട്ട് പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് പങ്കെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, ഇല്ലെങ്കിൽ ഞാൻ മനം ഉരുകി മരിച്ചു പോത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് ആകെ ടെൻഷനിൽ ഇങ്ങനെ ശ്യാമ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ശ്യാമയും ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ആ നിപ്പും ആ ഒരു ടെൻഷനും ഒക്കെ ആകുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആകപ്പാടെ വിഷ്ണുവിന് എന്തൊക്കെയോ സംശയങ്ങൾ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ്. വിഷ്ണു രണ്ടുപേരെയും മാറി മാറി ശ്രദ്ധിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നുണ്ട്. തുടർന്ന് പൂജയൊക്കെ അവസാനിക്കാറായി എന്നോണം തിരുമേനി പറയുന്നുണ്ട്. ഇനിയാണ് ഈ പൂജയുടെ അവസാന ഘട്ടത്തിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനിയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ അമ്മ ഈ ഒരു പട്ടുവസ്ത്രം ഞാൻ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോയ സകല പാപങ്ങളും പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിന്നെ പാർവതി ദേവിയുടെ സമക്ഷം ഈ ഒരു പട്ടുവസ്ത്രം കുഞ്ഞിൻ്റെ അമ്മയുടെ കൈകൊണ്ട് തന്നെ സമർപ്പിക്കണം. ദേവിയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു അപേക്ഷയാണ് ഈ ചടങ്ങ് എന്നിങ്ങനെ പറയുകയാണ്. കുഞ്ഞിൻ്റെ അമ്മയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കിയാണ്. അന്നേരവും വിഷ്ണു വരെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഭക്തിയോടുകൂടി ഇങ്ങനെ ആ ഒരു തൊഴിൽ നിൽക്കുന്നു. സുസ്മിത ഇനി എന്താകും എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ പട്ടുവസ്ത്രം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ശ്യാമ തന്നെ അടുത്ത എപ്പിസോഡിൽ പട്ടുവസ്ത്രം കൊടുക്കുമ്പോൾ ശ്യാമ തന്നെ അത് കൈനീട്ടി വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അങ്ങോട്ട് സമർപ്പിക്കാനായിട്ട് വരുമ്പോൾ ശ്യാമയ്ക്ക് തലകറക്കം വരും. അന്നേരം ശാലിനി ആണെങ്കിൽ ഓടിച്ചെന്ന് ശ്യാമയെ അങ്ങ് പിടിക്കും. എന്നിട്ട് ആ തട്ടം ശാലിനിയുടെ കൈ കൊണ്ട് തന്നെ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം പക്ഷേ അത് ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ സുസ്മിതയാണ് നന്നായിട്ട് കാണുന്നത്. ഇനി വിഷ്ണു ഇവിടെ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത എപ്പിസോഡ് നോക്കാം. വിഷ്ണുവിന് എന്തൊക്കെയോ സംശയങ്ങൾ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കറക്കുന്നുണ്ട്. അത് ഉറപ്പിക്കാൻ എന്നോണം ഇതും കൂടി കാണുകയാണെങ്കിൽ വിഷ്ണു അത് ഉറപ്പിക്കും. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.